ഹായ് ഓൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒക്ടോബർ 1 മുതൽ ഒക്ടോബർ 5 വരെയുള്ള കറണ്ട് അഫയേഴ്സാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം, ഒക്ടോബർ 1 ദേശീയ സന്നദ്ധ രക്തദാന ദിനമാണ്. ഒക്ടോബർ 1 അതുപോലെ തന്നെ അന്താരാഷ്ട്ര വയോജന ദിനവും ഒക്ടോബർ 1 തന്നെയാണ്. അപ്പോൾ ഈ വർഷത്തെ അന്താരാഷ്ട്ര വയോജന ദിനത്തിൻ്റെ തീം എന്താണെന്ന് നോക്കാം. ഓൾഡർ പേഴ്സൺസ് ഡ്രൈവിംഗ് ലോക്കൽ ആൻഡ് ഗ്ലോബൽ ആക്ഷൻ, അവർ ആസ്പിറേഷൻസ്, അവർ വെൽബീയിങ് ആൻഡ് അവർ റൈറ്റ്സ്. അപ്പോൾ ഈ വർഷത്തെ അന്താരാഷ്ട്ര വയോജന ദിനത്തിൻ്റെ തീമാണ് ഓൾഡർ പേഴ്സൺസ് ഡ്രൈവിംഗ് ലോക്കൽ ആൻഡ് ഗ്ലോബൽ ആക്ഷൻ, അവർ ആസ്പിറേഷൻസ്, അവർ വെൽബീയിങ് ആൻഡ് അവർ റൈറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്. അപ്പോൾ 2025 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ 156 ജന്മദിനമാണ്. ഗാന്ധി ജയന്തി ഈ വർഷം 156ാമത് ജന്മദിനമാണ് ഗാന്ധിജിയുടേത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒക്ടോബർ 3 ലോക പുഞ്ചിരി ദിനമാണ്. ഒക്ടോബർ 3 അപ്പോൾ അതിൻ്റെ തീം എന്താണെന്ന് നോക്കാം. ഡു ആൻ ആക്ട് ഓഫ് കൈൻഡ്നസ്, ഹെൽപ്പ് വൺ പേഴ്സൺ, സ്മൈൽ. എന്താടാ ഒക്ടോബർ 3ൻ്റെ തീം എന്തായിരുന്നു? ലോക പുഞ്ചിരി ദിനത്തിൻ്റെ തീമാണ് ഡു ആൻ ആക്ട് ഓഫ് കൈൻഡ്നസ്, ഹെൽപ്പ് വൺ പേഴ്സൺ, സ്മൈൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമാണ്. ഒക്ടോബർ 5 നമുക്കറിയാം, ദേശീയ അധ്യാപക ദിനമാണ് സെപ്റ്റംബർ 5, ലോക അധ്യാപക ദിനമാണ് ഒക്ടോബർ 5. അപ്പോൾ ഈ വർഷത്തെ ലോക അധ്യാപക ദിനത്തിൻ്റെ തീമാണ് റീകാസ്റ്റിംഗ് ടീച്ചിങ് ആസ് എ കൊളാബറേറ്റീവ് പ്രൊഫഷൻ. റീകാസ്റ്റിംഗ് ടീച്ചിങ് ആസ് എ കൊളാബറേറ്റീവ് പ്രൊഫഷൻ എന്നാണ് ലോക അധ്യാപക ദിനത്തിൻ്റെ ഈ വർഷത്തെ തീം. അപ്പോൾ ഒക്ടോബർ 4 മുതൽ 10 വരെ ലോക ബഹിരാകാശ വാരമായിട്ടാണ് ആചരിക്കുന്നത്. ഒക്ടോബർ 4 മുതൽ 10 വരെ ലോക ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നതാണ്. ഈ വർഷത്തെ ലോക ബഹിരാകാശ വാരത്തിൻ്റെ തീമാണ് ലിവിങ് ഇൻ സ്പേസ്. ഈ വർഷത്തെ ലോക ബഹിരാകാശ വാരത്തിൻ്റെ തീമാണ് ലിവിങ് ഇൻ സ്പേസ്. ഒക്ടോബർ 4 മുതൽ 10 വരെയാണ് ലോക ബഹിരാകാശ വാരം ആചരിക്കുന്നത്. ഈ വർഷത്തെ തീമാണ് ലിവിങ് ഇൻ സ്പേസ്. ഇനി നമുക്ക് കുറച്ച് അവാർഡുകൾ നോക്കാം. 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് NS മാധവനാണ്. 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് NS മാധവനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 49ാമത് വയലാർ അവാർഡ്. 49ാമത് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് E. സന്തോഷ് കുമാറിനാണ്. അദ്ദേഹത്തിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 49ാമത് വയലാർ അവാർഡ് ഈ വർഷം ലഭിച്ചിരിക്കുന്നത് E. സന്തോഷ് കുമാറിനാണ്. അദ്ദേഹത്തിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ വർഷത്തെ നാലപ്പാടൻ അവാർഡ് ലഭിച്ചിരിക്കുന്നത് K. സച്ചിദാനന്ദനാണ്. ഈ വർഷത്തെ നാലപ്പാടൻ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? K. സച്ചിദാനന്ദനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ്. 2025 എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത് സിംഗപ്പൂരിനാണ്. ഇന്ത്യയുടെ സ്ഥാനം 128ആണ്. 2025 എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 128ഉം സിംഗപ്പൂരാണ് ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിയറ്റ്നാം, തായ്ലൻഡ്, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ബുവലോയ് ചുഴലിക്കാറ്റ്. ബുവലോയ് ചുഴലിക്കാറ്റ് എവിടെയൊക്കെയായിരുന്നു? വിയറ്റ്നാം, തായ്ലൻഡ്, ഫിലിപ്പൈൻസ് രാജ്യങ്ങളിലാണ് നാശനഷ്ടം ഉണ്ടാക്കിയത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൻ്റെ വേദി. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് 2025 വേദി എവിടെയാണ്? തിരുവനന്തപുരത്താണ് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് 2025 വേദി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മുഖ്യമന്ത്രി
പൊതുജനവുമായി നേരിട്ട് സംവദിക്കുന്ന പദ്ധതിയാണ് CM വിത്ത് മീ. മുഖ്യമന്ത്രി പൊതുജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന പദ്ധതിയാണ് CM വിത്ത് മീ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ ജനറൽ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. ഹൃദയ ശസ്ത്രക്രിയ വിജയകരമായി നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ ജനറൽ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. അപ്പോൾ നാഷണൽ ക്രൈം ബ്യൂറോ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ നടന്നിട്ടുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള ജില്ലയാണ് നമ്മുടെ കൊല്ലം ജില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള ജില്ലയാണ് കൊല്ലം ജില്ല. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ നടന്നിട്ടുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള ജില്ലയാണ് കൊല്ലം ജില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത് ലോക ഹരിത സാമ്പത്തിക ഉച്ചകോടി വേദി നടന്നത് ദുബായിലാണ്. 11ാമത് ലോക ഹരിത സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ദുബായിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തെ ഏറ്റവും മൂല്യമുള്ള സ്റ്റാർട്ടപ്പ് ഓപ്പൺ AI ആയി മാറിയിരിക്കുകയാണ്. അതായത് സ്പേസ് എക്സിനെ മറികടന്നുകൊണ്ട് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള സ്റ്റാർട്ടപ്പായി ഓപ്പൺ AI മാറിയിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേരാണ് സൈക്ലോൺ ശക്തി. അപ്പോൾ സൈക്ലോൺ ശക്തി എന്ന പേര് നൽകിയിരിക്കുന്നത് ശ്രീലങ്കയാണ്. ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേരാണ് സൈക്ലോൺ ശക്തി. ഈ പേര് നൽകിയിരിക്കുന്നത് ശ്രീലങ്കയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈയിടെ നിരോധിച്ച ചുമയുടെ മരുന്നാണ് കോൾഡ്രിഫ്. ഈയിടെ നിരോധിച്ച ചുമയ്ക്കായിട്ടുള്ള മരുന്നാണ് കോൾഡ്രിഫ്. ദുർഗപൂജ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. ദുർഗപൂജ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 62ാമത് ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വിജയി പനീർ സെൽവം ഇനിയനാണ്. 62ാമത് ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വിജയി പനീർ സെൽവം ഇനിയൻ. ഇതിൻ്റെ വേദി ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ആയിരുന്നു. 62ാമത് ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ആന്ധ്രാപ്രദേശ് ഗുണ്ടൂർ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ കടൽ പശു സംരക്ഷണ റിസർവിനെ IUCN അംഗീകരിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ കടൽ പശു സംരക്ഷണ റിസർവ് എവിടെയായിരുന്നു? തമിഴ്നാടായിരുന്നു. അതിനെ IUCN അംഗീകരിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. RBIയുടെ റിപ്പോ റേറ്റ് 5.5% നിലനിർത്തി. RBIയുടെ റിപ്പോ റേറ്റ് 5.5% നിലനിർത്തി. 2026 ലോകകപ്പിൻ്റെ പന്തിൻ്റെ പേരാണ് ട്രയോണ്ട. 2026 ലോകകപ്പ് പന്തിൻ്റെ പേരാണ് ട്രയോണ്ട. ജിജി പരേഖ് അന്തരിച്ചു. ആരായിരുന്നു ജിജി പരേഖ്? മുതിർന്ന ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയും ഖാദി പുനരുജ്ജീവന പ്രവർത്തകനുമാണ് ജിജി പരേഖ്. അദ്ദേഹം ഈ ഒക്ടോബറിൽ അന്തരിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രത്തൻ ടാറ്റ ഒരു ഇന്ത്യൻ വിജയഗാഥ. രത്തൻ ടാറ്റയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമായ രത്തൻ ടാറ്റ ഒരു ഇന്ത്യൻ വിജയഗാഥ എന്ന ജീവചരിത്രം എഴുതിയത് R. റോഷനാണ്. രത്തൻ ടാറ്റ ഒരു ഇന്ത്യൻ വിജയഗാഥ എന്ന ജീവചരിത്രം എഴുതിയത് R. റോഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴി വരുന്നത് എവിടെയാണ്? കേരളത്തിലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ചൈനയിലെ ഹുവാജിയാങ് ഗ്രാൻഡ് കാന്യൻ പാലം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം എവിടെയാണ്? ചൈനയിലെ ഹുവാജിയാങ് ഗ്രാൻഡ് കാന്യൻ പാലമാണ്. ഇത് 625 മീറ്റർ ഹൈറ്റിലാണ് ഉള്ളത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ചൈനയിലെ ഹുവാജിയാങ് ഗ്രാൻഡ് കാന്യൻ പാലമാണ്.
ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പാലവും ചൈനയിൽ തന്നെയാണ്. അതിൻ്റെ പേര് ദിബാൻജിയാങ് പാലം എന്നാണ്. അപ്പോൾ ഏറ്റവും ഉയരം കൂടിയ പാലം ഹുവാജിയാങ്ങും സെക്കൻഡ് ഹയസ്റ്റ് ഉള്ളത് ബിബാൻജിയാങ് പാലവുമാണ്. ഇത് രണ്ടും ചൈനയിലുള്ള പാലങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒഫിയോറിസ എക്കിനാറ്റ. എന്താണ് ഒഫിയോറിസ എക്കിനാറ്റ? ഇത് ഇടുക്കി ദേവികുളം ചോലവനത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കാപ്പിച്ചെടിയാണ് ഒഫിയോറിസ എക്കിനാറ്റ. അപ്പോൾ ഒഫിയോറിസ എക്കിനാറ്റ എന്ന് പറയുന്നത് ഇടുക്കി ദേവികുളം ചോലവനത്തിൽ നിന്നും കണ്ടെത്തിയ കാപ്പിച്ചെടിയുടെ പേരാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 ഒക്ടോബർ 1 ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാറ് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇത് 2025 മാർച്ചിലാണ് സൈൻ ചെയ്തത്. അപ്പോൾ 2025 ഒക്ടോബർ 1 ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാറ് പ്രാബല്യത്തിൽ വരികയാണ്. അപ്പോൾ ഇത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ യൂറോപ്യൻ വിപണികളിലെ കാർഷികേതര ഉൽപ്പന്നങ്ങളുടെയും സംസ്കരിച്ച കാർഷിക ഉൽപ്പന്നങ്ങളുടെയും തീരുവയിൽ 100% ഇളവിൽ നിലവിൽ വരികയാണ് ചെയ്യുക. ഇപ്പോൾ 2025 ഒക്ടോബർ 1 ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര സാമ്പത്തിക വ്യാപാര പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വരികയാണ്. ഇത് മാർച്ച് 1 സൈൻ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മേഘാലയയുടെ ചീഫ് സെക്രട്ടറി ആയത് നമ്മുടെ മലയാളിയായ ഷക്കീർ അഹമ്മദാണ്. മേഘാലയയുടെ പുതിയ ചീഫ് സെക്രട്ടറി മലയാളിയായ ഷക്കീർ അഹമ്മദാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ഗിരീഷ് ചന്ദ്ര മുർമുവാണ്. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ഗിരീഷ് ചന്ദ്ര മുർമുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ പുതിയ 2 റംസാർ സൈറ്റുകൾ കൂടി നിലവിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 93 റംസാർ സൈറ്റുകളാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. അപ്പോൾ പുതുതായി വന്ന 2 റംസാർ സൈറ്റുകളും ബീഹാറിലുള്ളതാണ്. ഗോകുൽ ജലാശയും ഉദയ്പൂർ തടാകവുമാണ് ബീഹാറിൽ നിന്നും ഉള്ള പുതിയ റംസാർ സൈറ്റുകൾ. ഇപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിലെ പുതിയ 2 റംസാർ സൈറ്റുകൾ കൂടി വന്നു. ഇപ്പോൾ ടോട്ടൽ 93 റംസാർ സൈറ്റുകളാണ് ഇപ്പോൾ ഉള്ളത്. പുതുതായി വന്ന 2 എണ്ണം ബീഹാറിൽ നിന്നുള്ളതാണ്. ഗോകുൽ ജലാശയും ഉദയ്പൂർ തടാകവുമാണ് പുതുതായി വന്ന റംസാർ സൈറ്റുകൾ. അങ്ങനെ ടോട്ടൽ ബീഹാറിൽ ഇപ്പോൾ 5 റംസാർ സൈറ്റുകളാണുള്ളത്. ലോകത്തിൽ തന്നെ റംസാർ സൈറ്റുകൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം 3ാമതാണ്. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ളത് UK-യിലാണ്, 176 എണ്ണം. 2ാമതായിട്ടുള്ളത് മെക്സിക്കോയിലാണ്, 144 എണ്ണം. അപ്പോൾ പുതുതായിട്ട് ഇന്ത്യയിൽ 2 റംസാർ സൈറ്റുകൾ കൂടെ വന്നു. അങ്ങനെ ടോട്ടൽ 93 റംസാർ സൈറ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തിലെ ആദ്യത്തെ സിംഗിൾ പീസ് 3D പ്രിൻറ്റഡ് എൻജിൻ റോക്കറ്റ് അഗ്നിബാൺ. ലോകത്തിലെ ആദ്യത്തെ സിംഗിൾ പീസ് 3D പ്രിൻറ്റഡ് എൻജിൻ റോക്കറ്റ് അഗ്നിബാൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിമ്പാൻസികളുടെ കൂട്ടുകാരി എന്നറിയപ്പെടുന്ന ജെയിൻ ഗുഡാൾ അന്തരിച്ചു. ചിമ്പാൻസികളുടെ കൂട്ടുകാരി എന്നറിയപ്പെടുന്ന ജെയിൻ ഗുഡാൾ അന്തരിച്ചു. അവർ പ്രൈമറ്റോളജിസ്റ്റും അതുപോലെ ബ്രിട്ടീഷ് പരിസ്ഥിതി പ്രവർത്തകയുമാണ്. ചിമ്പാൻസികളെ പറ്റി കൂടുതൽ പഠനം നടത്തിയിട്ടുള്ളവരിൽ ഒരാളാണ് ജെയിൻ ഗുഡാൾ. അവർ ഈ ഒക്ടോബറിൽ അന്തരിച്ചു. അപ്പോൾ ഇത്രയാണ് ഒക്ടോബർ 1 മുതൽ 5 വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയേഴ്സ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.